ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്കൊരു മഷ്റൂം കൊണ്ടൊരു ബിരിയാണി തയ്യാറാക്കാം. വളരെ ഈസിയുമാണ്, വളരെ ടേസ്റ്റുമാണ്. വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കും ഇത് വളരെ ഇഷ്ടമായിരിക്കും. കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാം. ഇത് ബിരിയാണി തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റായിരിക്കും. നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതിന് വേണ്ടി ചിപ്പിക്കൂണാണ് എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് സവാള, കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കുറച്ച് മതിയാവും. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാളയും കുറച്ചായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. മഷ്റൂം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് ക്ലീൻ ചെയ്തെടുക്കാം. അരി നമുക്ക് ഒരു 5 മിനിറ്റ് എടുത്ത് വയ്ക്കാം. പിന്നെ ഒരു മിക്സിയുടെ ബൗളിലോട്ട് കുറച്ച് കറുവാപ്പട്ടയും കുറച്ച് ഗ്രാമ്പും നമുക്ക് തച്ചോലും മതിയാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. 2-3 കുരുമുളക് കൊണ്ട് ചേർക്കാം. അധികം എരി വേണ്ട. നമുക്കിതെല്ലാം ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പുരട്ടിയെടുത്ത് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാം. കുറച്ച് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പൊടിയാണ്. നമുക്കൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മളിത് കുക്കറിലാണ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് ചെയ്യുന്നത്. ബട്ടറൊന്നും ചേർക്കുന്നില്ല, നെയ്യും ചേർക്കുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് പച്ചമുളകും സവാളയും ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ എണ്ണ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കാം. സവാളയിലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിഴങ്ങും ചേർക്കാം. കിഴങ്ങും ചേർത്ത് എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. 1 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിൽ തൊട്ട് തന്നെ നമ്മുടെ 2-3 ഏലയ്ക്ക ഒന്ന് കഴുകി തൊലിച്ച് കുരു മാത്രം ചേർക്കാം. നമുക്കിനിയും മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ചേർക്കാം. നല്ലപോലെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയും മഷ്റൂമും ചേർക്കാം. മഷ്റൂമും ചേർത്ത് ഇത് വളരെ ഈസിയാണ്, പക്ഷേ വളരെ ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും വളരെ ഇഷ്ടപ്പെടും. നമുക്ക് കുക്കർ അടച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലേക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ മഷ്റൂം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കൈമ റൈസും കൂടെ ചേർക്കാം. നല്ലപോലെ ഇളക്കി നമുക്ക് വേണ്ടുന്ന ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് നല്ലപോലെ എല്ലാം പിടിക്കുന്ന രീതി ഇളക്കി ഉപ്പും ചേർത്ത് വീണ്ടും അടച്ച് വേവിക്കാം. അതും നമുക്കൊരു വിസിൽ കേൾക്കുന്ന വരെ വെച്ചാൽ മതിയാകും. അപ്പോഴത്തേക്ക് ആവശ്യത്തിന് വെന്ത് വന്നോളും. നമ്മൾ വെള്ളം ചേർത്തിരിക്കുന്നത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമെന്നാണ്. മഷ്റൂം കൂടെ ചേർത്താണ് വെള്ളം എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ്. മഷ്റൂം കൂടെ ചേർത്തുകൊണ്ട് ഒരു 3-4 സ്പൂണ് വെള്ളം കൂടെ ചേർത്താൽ മതിയാവും. മഷ്റൂമിൽ നിന്ന് വെള്ളം വരും. നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് സിമ്മിൽ വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ വിസിലേക്കാം. നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് മഷ്റൂം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകമാണ്. നല്ല ഒന്നും ഒട്ടാതെ അധികം വെന്ത് പോവാതെ വളരെ ടേസ്റ്റുള്ളൊരു മഷ്റൂം ബിരിയാണിയാണിത്. ഇത് വളരെ ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിതിൽ നെയ്യ് ചേർത്തിട്ടില്ല. മഷ്റൂമിൽ നെയ്യ് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് നെയ്യും ബട്ടറും ഒന്നും ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ചേറെ ചേർത്താലും വളരെ നന്നായിരിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെ ബിരിയാണി ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.